ഈ അതിജീവിച്ചവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി എത്ര കണ്ട് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവിടെ ഇപ്പോഴും സേവന നിരതരായി നിൽപ്പുണ്ട് നിങ്ങളുടെ കാഴ്ചയിൽ? യെസ്, അത് ആദ്യഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ്. ആ ഘട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളാണ്. ആ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോഴും പല സംഘടനകളും ഉണ്ട്. വീടുകളുടെ സംവിധാനങ്ങളുമായി, ഇതുപോലെ തന്നെ തൊഴിൽ പുനരുദ്ധാരണവുമായിട്ടൊക്കെ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ലിസ്റ്റ് വന്നിരിക്കുന്നത് 242 വീടുകളാണ്. യഥാർത്ഥത്തിൽ 242 വീട് മാത്രമല്ല, നിശേഷം നഷ്ടപ്പെട്ടു പോയ വീടുകളാണ് 242. അതേസമയം ഇവർ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന റെഡ് സോണിൽ തന്നെ ഉൾപ്പെട്ട ഭാഗികമായി തകർന്ന വീടുകളുണ്ട്. അവിടെയും താമസയോഗ്യമല്ല എന്ന് സർക്കാർ നിശ്ചയിച്ചതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന, വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലിസ്റ്റിൽ പെടുന്നോന്ന് ഇപ്പോഴും ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ആദ്യത്തെ ഒരു ലിസ്റ്റ്, രണ്ടാമത്തെ ഒരു ലിസ്റ്റ് എന്നതിനപ്പുറം നിലവിൽ ദുരിതം ഇനി അവിടെ താമസിക്കാൻ സാധിക്കുകയില്ല എന്നുറപ്പുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലിസ്റ്റും അത് ഇത്ര കാലത്തിനകം ഈ ഒരു പുനരധിവാസം നടപ്പാക്കാൻ സാധിക്കുമെന്ന സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരു ഉറപ്പും ലഭിക്കുമായിരുന്നെങ്കിൽ ഈ ആളുകൾ ഇത്രത്തോളം ആശങ്കപ്പെട്ടുകൊണ്ടുള്ള മാനസികമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് തൊഴിൽ രംഗത്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആളുകളെ സംബന്ധിച്ചിടത്തോളം 300 രൂപ 3 മാസം കിട്ടിയിരുന്നു. പക്ഷെ പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ചികിത്സക്ക് മറ്റു സഹായങ്ങളില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളാണ് നേരിട്ടത്. അപ്പോഴും ആശ്വാസമായി തീർന്നത് വിവിധ സന്നദ്ധ സംഘടനകൾ നൽകിയ, വിവിധ ഘട്ടങ്ങളിലായി അവർക്ക് നൽകിയ തുകയും അതുപോലെ തന്നെ സഹായങ്ങളും തന്നെയാണ്. ഇപ്പോൾ പീപ്പിൾസ് ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം നിരാലംബരായ കുടുംബങ്ങൾക്ക് പെൻഷൻ പദ്ധതി, ഈ മേഖലയിലുള്ള ആളുകൾക്ക് 3000 രൂപ പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി കൂടി ഞങ്ങളുടെ പുനരധിവാസ പദ്ധതിയുമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച മറ്റ് തൊഴിൽ പുനരുദ്ധാരണങ്ങൾക്കൊക്കെ അപ്പുറം തൊഴിലെടുക്കാൻ സാധിക്കാത്ത ധാരാളം കുടുംബങ്ങൾ ഈ മേഖലയിലുണ്ട്. അവർക്ക് വേണ്ടി ഈ പറയുന്ന പെൻഷൻ പദ്ധതി നൽകുന്നു, ചികിത്സാ സഹായങ്ങൾ നൽകുന്നു. ഇതിനെയൊക്കെ ഏകോപിപ്പിക്കാൻ ഏതോ അർത്ഥത്തിൽ സർക്കാരിന് കഴിയേണ്ടതായിരുന്നു എന്നുകൂടി ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. കാരണം ധാരാളം, നേരത്തെ സൂചിപ്പിച്ചല്ലോ, ധാരാളം സംഘടനകളുണ്ട്. അവരെയൊക്കെ ഏകോപിപ്പിക്കാൻ ഒരു നിലക്കും ഒരാളും സർക്കാർ ആ രീതിയിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിനോട് സഹകരിക്കാതിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചൂരൽമലയിൽ തന്നെ ഉണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സമയത്തുണ്ടായ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനാണ് സാധിക്കേണ്ടത്. വീടുകൾ തന്നെ 1000-ലധികം വീടുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വീടുകൾ മുഴുവൻ സംഘടനകളെയും ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ വൈദ്യുതിയില്ല, വെള്ളമില്ലാത്തത് കൊണ്ട് കൃഷി കാര്യമായി മുടങ്ങിക്കിടപ്പാണ്. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് അവിടെ കൂൾബാർക്കാരടക്കം, ഈ ചൂരൽമലയിൽ ടൗണിലെ കച്ചവടക്കാരടക്കം വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ വെള്ളവും വൈദ്യുതിയും അത് പഴയപടിയാകാൻ എത്ര കണ്ട് സമയമെടുക്കും? ഇപ്പോഴത്തെ പ്രതിസന്ധി എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് വീട് നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും, അതുപോലെ അവിടെ താമസയോഗ്യമായ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ജോൺ മത്തായി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വാസയോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായ ഘട്ടത്തിൽ ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഈ നഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ, ഇപ്പോൾ അവിടെയുള്ള സ്കൂള്, അവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, അതെല്ലാം തന്നെ അവിടെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വൈദ്യുതി ഏറ്റവും അടുത്ത ഘട്ടത്തിൽ ഗവൺമെന്റ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടും തുക വകയിരുത്തിക്കൊണ്ടും പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അടുത്ത ഘട്ടത്തിൽ വൈദ്യുതിയും വെള്ളം മാത്രമല്ല, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള വഴികളടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഏകോപനമില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള രീതിയാണ്. ഗവൺമെന്റ് പറയുന്നുണ്ടല്ലോ, സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനത്തോടൊപ്പം ഇപ്പം തന്നെ ഗവൺമെന്റ് ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ വരുന്ന ആളുകൾ സന്നദ്ധ സംഘടനകളുടെ സഹായം പറ്റുന്നുണ്ടെങ്കിൽ, മറ്റ് സംവിധാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അവർക്ക് 15 ലക്ഷം രൂപ അവർക്ക് നൽകും. അവർക്ക് വേറെ സ്ഥലങ്ങൾ ഏറ്റെടുക്കാം. മറ്റ് ഇതര കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുന്ന മുറക്ക് തന്നെ ആ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഏകോപിപ്പിച്ചുകൊണ്ട് ഇടപെടൽ നടത്താൻ റവന്യൂവും തദ്ദേശ സ്ഥാപനങ്ങളും ഇടപെട്ടുകൊണ്ടുള്ള മേപ്പാടി ഗ്രാമപഞ്ചായത്തുമായി ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. NREGയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിധികളില്ലാതെ മറ്റ് ഒരു അനുവാദത്തിൻ്റെയും ആവശ്യമില്ലാതെ ഈ മേപ്പാടി പഞ്ചായത്തിലെ വാർഡുകളിൽ റോഡുകളെല്ലാം പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായിക്കൊണ്ട് ഗവൺമെൻറ് അവിടെ ഫണ്ടുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള എല്ലാ ഇടപെടലും
അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും നടന്നുകൊടുക്കുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച 300 രൂപ വീതം കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം കൊടുക്കാൻ കഴിയാതിരുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ഉൾപ്പെടുത്തി 9 മാസക്കാലത്തേക്ക് ഈ 300 രൂപ നൽകുന്നത് ഒരു കുടുംബത്തിൽ 2 പേർക്ക് കൂലി എന്നുള്ള നിലക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി നൽകുന്നത് ഗവൺമെന്റ് വർദ്ധിപ്പിച്ച് നൽകുന്നുണ്ട്. ആ നിലക്കുള്ള എല്ലാ ഇടപെടലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഇടപെടലും ശ്രദ്ധയും ഉണ്ടെന്ന് അങ്ങ് പറയുമ്പോഴും അവിടെ എത്തി ഈ ദുരന്ത ബാധിതരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് വേദനയുടെയും പ്രയാസത്തിന്റെയും കഥകൾ മാത്രമാണ്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മഹാദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതുകൊണ്ട് അതിനെ നേരിടുന്ന കാര്യത്തിലും അതിജീവിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ പരിമിതികളൊക്കെ മറികടക്കേണ്ട ഘട്ടമായിരിക്കുന്നു. ഇനിയും ആ ദുരന്ത ബാധിതർ വേദനയോടെ കണ്ണീരോടെ ആളുകൾക്ക് മുന്നിൽ കൈകൂപ്പുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. വേഗത്തിലുള്ള നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ചർച്ച അവസാനിപ്പിക്കുകയാണ്.